ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ്രിയാൻ ലൂണക്ക് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ പോകുന്ന താരത്തെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നായകനായ ആഡ്രിയാൻ ലൂണക്ക് പരിക്ക് മൂലം ഈ ഒരു സീസൺ നഷ്ടപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. താരത്തിന്റെ ഇഞ്ചുറിയെ പറ്റിയുള്ള അപ്ഡേറ്റ് ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി കൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ എത്ര നാൾ ലൂണക്ക് മത്സരം നഷ്ടമാവുമെന്ന് ഈ ഒരു അപ്ഡേറ്റുകളിൽ പറയുന്നില്ല. നിലവിൽ ലഭിച്ചിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ആഡ്രിയാൻ ലൂണക്ക് ഈ ഒരു സീസൺ നഷ്ടമാവും എന്ന് തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഉറുഗ്വേയിലെ 34 വയസ്സ് പ്രായമുള്ള ഒരു താരത്തിനെയാണ്. ഉറുഗ്വേയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന ഈ ഒരു താരത്തിന്റെ പേരാണ് നിക്കോളാസ് ലൊഡിയോറോ എന്ന്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. നിലവിൽ താരം മേജർ സോക്കർ ലീഗിലാണ് കളിക്കുന്നത്. മേജർ ലീഗ് സോക്കറിൽ 33 മത്സരങ്ങൾ കളിച്ച താരം 1 ഗോളും 5 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു താരത്തിന്റെ കരാർ ഡിസംബർ 31 മേജർ സോക്കർ ലീഗ് ക്ലബ്ബുമായി അവസാനിക്കും. അതുകൊണ്ട് തന്നെ താരത്തെ ലോണിൽ ടീമിലെത്തിക്കാനാവുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം. നിലവിൽ ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പ്രമുഖ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു നിക്കോളാസ് എന്ന താരം ലയണൽ മെസ്സിയുടെ കൂടെ വരെ പന്ത് തട്ടിയിട്ടുണ്ട് എന്നാണ്. ഏതായാലും ആദ്യമൊക്കെ റൂമറായി വന്നിരിക്കുന്ന വാർത്ത യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.